കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത ഒരു രാജസ്ഥാനിലെ ഏറ്റവും വലിയ കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ചിത്തോട് ജില്ലയിലെ രാജാക്കന്മാരുടെ ഫോർട്ട് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഏകദേശം 8 ഗേറ്റുകളുണ്ട്. ഇതുപോലുള്ള 8 ഗേറ്റുകളുണ്ട്. 2 ഗേറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനിയും 8 ഗേറ്റുകൾ കയറി ചെന്ന് മുകളിലുള്ള കൊട്ടാരവുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നത്. രാജസ്ഥാനിലെ ചിത്തോടിലെ കൊട്ടാരം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്നോടൊപ്പം യാത്ര. ഇതപ്പോൾ 3ാമത്തെ ഗേറ്റിലേക്ക് നമ്മൾ കയറുന്നു. ഒരു മലയുടെ മുകളിലാണ്. അടുത്ത 4ാമത്തെ ഗേറ്റ്. അടുത്ത ഇത് 5ാമത്തെ ഗേറ്റാണ്. 5ാമത്തെ ഗേറ്റ് കൂട്ടുകാരെ. ആന കയറിയാലും തകരാത്ത വിധത്തിലുള്ള താഴെ നമ്മൾ ഓട്ടോയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കൊട്ടാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മനോഹരമായ ചില കാഴ്ചകൾ കൂടെ ഈ വഴിയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളേക്ക് ഈ കൊട്ടാരത്തിൻ്റെ എൻട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി മുഴുവൻ ഒന്ന് കാണാൻ കഴിയും. എത്രത്തോളം വിശാലമാണ് ചിത്തോട് ജില്ല മുഴുവൻ എന്ന് നമുക്കിതൊന്ന് കാണാൻ കഴിയും. താഴെ മനോഹരമായ ഹൈവേ. അവിടെ നിന്നാണ് നമ്മൾ ഓട്ടോയ്ക്ക് കയറി ഇവിടെ വരെ വന്നത്. ഇങ്ങനെ ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ കൂടെ കാറുകൾ കയറി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഈ ചുരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് വലിയ പുതുമയൊന്നുമല്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചുരങ്ങൾ നമ്മൾ കയറി യാത്ര ചെയ്യുന്നത് കൊണ്ട് നമുക്കിതൊരു വിഷയമല്ല. പക്ഷെ ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ മലമുകളിൽ നിന്നൊരു കാഴ്ച കാണുകയെന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ വീതി. എത്രയും വീതി ഉണ്ടെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് വളരെ മനോഹരമാണ്. ഏകദേശം എനിക്കൊന്ന് 2 മീറ്ററോളം വീതിയുണ്ട്. 2 മീറ്ററോളം വീതി ഇത്രയും സ്ഥലത്തിനുണ്ട്. ഇത് കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞതാണ്. ആ ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ മുൻപോട്ട് നടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള നടപ്പാണ്. ഇതിനിടയ്ക്ക് ഒരു ബൈക്കാരൻ വന്ന് ഒരൊറ്റ ഇടിച്ചു കൂട്ടുകാരെ. വേണ്ട, രാജസ്ഥാനിലെ പലവിധ കാഴ്ചകൾ നമ്മൾ കാണുക. കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പഴയ ഏരിയകളാണ്. ഇവിടെ നിന്നും ഇപ്പോഴും ഓഫീസുകളോ അല്ലെങ്കിൽ രാജകുടുംബങ്ങളോ താമസിക്കുന്നൊന്നുമില്ല. രാജകുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. വിശാലമായ ഒരു 8ാമത്തെ ഗേറ്റിൻ്റെ കവാടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വിജയസ്തംഭം എന്നാണ് പറയുന്നത്. വിക്ടർ ടവർ. ഇത് 1448 ഉണ്ടാക്കിയതാണ്. 90 ലക്ഷം രൂപ ഇതിൻ്റെ പണിക്ക് വേണ്ടി ചിലവായെന്നാണ് പറയുന്നത്. 15 വർഷം. മനോഹരമായ കാഴ്ചയാണ്. കല്ലിൽ കൊത്തിയെടുത്ത വിക്ടറി ടവർ. 90 ലക്ഷം രൂപ ചിലവായെന്നാണ് ഗൈഡ് പറയുന്നത്. മനോഹരമായ കാഴ്ച. മൊത്തം രാജസ്ഥാൻ്റെ മാർബിളിൽ കൊത്തിയെടുത്ത പണികളാണിത്. ഇത് കോവിഡിന് ശേഷം ഇതുവരെ ഇത് തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ ഇതിനകത്ത് കയറാമായിരുന്നു. പണ്ടുവയ്ക്ക് ഞാനിത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിത് ലോക്ക് ചെയ്തേക്കുന്നു. ഇതിൻ്റെ ചുറ്റിലും മനോഹരമായ ഗാർഡനുണ്ട്. റാണിമാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന, രാജാവിൻ്റെ കുടുംബക്കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന, അവർക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഗാർഡനും ഇതിനോടൊപ്പം ഉണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ വിശാലമായ വിക്ടർ ടവർ ഒന്നുകൂടെ നമ്മളൊന്ന് കാണുകയാണ്. ഇനിയും അവിടുന്ന് മുൻപോട്ട് പോകാം. ഒരുപാട് പണികൾ ഇടിഞ്ഞു പോയതും ഒക്കെ ആയിട്ട് ഉണ്ട് ഇവിടെ. ഇതെല്ലാം എന്തൊക്കെയോ ആയിരുന്നു. ഓക്കെ, മുൻപോട്ട് പോകാം. ഇനി നമുക്കൊരു വലിയ ഇവരുടെ വെള്ളത്തിൻ്റെ ശേഖരം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ വിശാലമായ ഇതൊക്കെ ഓരോ പണ്ട് കാലത്തെ അമ്പലങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് ഇവരുടെ വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്കൊന്ന് കാണാൻ വേണ്ടി പോകാം. ഈ വെള്ളത്തിൻ്റെ ടാങ്ക് സ്റ്റെപ്പിറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ ഇവരുടെ ഈ മലയുടെ മുകളിൽ കൊട്ടാരം പണിതിട്ട് അതിൽ എങ്ങനെയാണ് ഇവർ വെള്ളം ശേഖരിച്ച് ഒരു രാജകൊട്ടാരത്തിലേക്കും അവരുടെ പരിവാരങ്ങൾക്കും
അവരുടെ മൃഗങ്ങൾക്കുമൊക്കെ ആവശ്യത്തിന് വേണ്ടത്രയും വെള്ളം എങ്ങനെയാണ് ഇവർ സമാഹരിച്ചതും ശേഖരിച്ചതും അതിനൊക്കെ എന്തൊക്കെയാണോ ഇവർ ട്രിക്ക് ഉപയോഗിച്ചെന്നുള്ളത് നമുക്കിന്നും അറിയില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ഒരു വലിയ ടാങ്കാണിത്. നമ്മളങ്ങോട്ട് താഴോട്ട് ഇറങ്ങിച്ചില്ല. മനോഹരമായ വെള്ളത്തിൻ്റെ ടാങ്ക്. ഇവിടെ നിൽക്കുമ്പോൾ താഴെ വലിയൊരു ടാങ്ക്. ഇവർക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി രാജാക്കന്മാർ ഈ കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ ഒരു സൈഡിൽ, അതായത് ഇനി മുകളിലും മലയാണ്, ഈ മലയുടെ ഒരു സൈഡിൽ കണ്ടിട്ട് വലിയൊരു ടാങ്ക് ഇവർ പണിതേക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഷൂ ഒക്കെ ഊരിയിടണമെന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. കാരണം അത്രയ്ക്കും വെള്ളം താഴെ പരിശുദ്ധമായിട്ട് അവർ വെള്ളം സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. വെള്ളത്തിൻ്റെ ഉള്ളിനെ താഴോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. വെള്ളത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. ഇപ്പോഴും ഈ ചൂട് കാലത്തും നമുക്കറിയാമല്ലോ, ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഇപ്പോഴും ഇവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ മലയുടെ മുകളിൽ എവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ ആൾക്കാരവിടെ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോഴും വെള്ളം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മലയുടെ മുകളിൽ അനേക പാറക്കെട്ടുകളുണ്ട്. അതിൻ്റെ ഈ ടാങ്കിലോട്ട് വന്നു വീഴും. അങ്ങനെ ഈ രാജകൊട്ടാരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ തന്നെ ഇവർ ശേഖരിക്കുകയാണ്. വലിയ മീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവാം. കല്ലുപാകിയ വഴിയിൽ കൂടെ കൊട്ടാരത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് നമുക്കിനി മുൻപോട്ട് നീങ്ങാം. മൊത്തം കല്ലുകൊണ്ട് പണിതേക്കാം. മൊത്തം പണികൾ കല്ലുകൊണ്ട്. എവിടെ ചെന്നാലും ഇതുപോലുള്ള കവാടങ്ങൾ കാണാം. കൂട്ടുകാരെ, രാജസ്ഥാനിലെ ചിത്തോട് ജില്ലയിലെത്തുമ്പോൾ നമുക്ക് വിക്ടർ ടവർ കാണാൻ കഴിയും. രാജസ്ഥാനിലെ ചിത്തോട് ജില്ലയിലെത്തുമ്പോൾ നമ്മുടെ കണ്ണു മുമ്പിൽ ഈ കാണുന്നത് വിക്ടർ ടവറാണ്. ഏകദേശം 10 വർഷം കൊണ്ട് പണിതെടുത്തതാണ്. 90 ലക്ഷം രൂപ ചിലവായെന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ ഈ കാണുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള വിക്ടർ ടവർ. കടന്നു വരുമ്പോൾ വേറെയും ചില തടാകങ്ങളുണ്ട്. ഈ തടാകങ്ങളിൽ നിന്നൊക്കെയാണ് വെള്ളം താഴോട്ട് ചെല്ലുന്നത്. ഇത് കൊട്ടാരത്തിൻ്റെ റാണിമാർ താമസിക്കുന്ന ഒരു സൈഡാണ്. ഇതൊരു തടാകമായി. തടാകത്തിന് ചുറ്റും വെള്ളം നിറയും. ഈ തടാകം ചുറ്റും വെള്ളം നിറയുമ്പോൾ റാണിമാർ ആ ചെറിയ കൊട്ടാരത്തിൻ്റെ, ആ നടുക്ക് കാണുന്ന ചെറിയ കൊട്ടാരത്തിലായിരുന്നു അവർ വസിക്കുകയും അവർ കുളിക്കാനൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഇനിയും നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ അകത്തുമുട്ട് പോവാം. റാണിമാർ താമസിച്ച കൊട്ടാരത്തിൻ്റെ അകത്തും. കൂട്ടുകാരെ, ഇനി നമ്മൾ വീണ്ടും റാണിമാർ താമസിച്ചുകൊണ്ടിരുന്ന ചിത്തോട്ടിലെ രാജകൊട്ടാരത്തിലെ റാണിമാർ താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ കവാടം ഇതാണ്. മനോഹരമായ കൊട്ടാരത്തിൻ്റെ കവാടം കടന്ന ഉള്ളിലേക്ക് കയറി ചെന്നാൽ ഉടനെ മനോഹരമായ ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ പണ്ടുണ്ടായിരുന്നു. മനോഹരമായ ഒരു ഗാർഡൻ. ഇവിടെ രാജാവിൻ്റെ റാണിമാർ താമസിച്ചിരുന്ന കൊട്ടാരമാണ്. വളരെ മനോഹരമായിട്ട് ഇതിനെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. എനിക്ക് ഭയങ്കര പനിയാണ് കൂട്ടുകാരെ. അതിനിടയ്ക്കാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. ജലദോഷം കൊണ്ട് ഇടപാട് തീരുന്നു. ഇതിനി എന്താണെന്നറിയില്ല. ഇവിടെ ഒരു ചെറിയ ജയില് പോലൊക്കെ കാണുന്നു. ഇനിയും റാണിയെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നപ്പോൾ അവനെ പിടിച്ചിട്ടതാണോ എന്ന് നമുക്കറിയില്ല. അതോ ഇനിയും ആരുടെയെങ്കിലും സ്ഥലമായിരുന്നോ, താമസ റൂമായിരുന്നോ, റാണിയുടെ പരിവാഹ സംഘത്തിൻ്റെ റൂമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഒരു റൂമിൻ്റെ ലുക്കുണ്ട്. അതോ ഇനി പട്ടാളക്കാർ താമസിച്ചാണോ? അതെങ്ങനെ പട്ടാളക്കാരെന്ന് പറയുന്നത്? ഇതിനുള്ളിലൊക്കെ മനോഹരമായ ചെറിയ റൂമുകൾ ആയിരുന്നു എന്ന് പറയാം. ഇവിടേക്കായിരിക്കും ഒരു പക്ഷേ റാണിമാർ വന്നിരുന്ന ജനങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. പല രാജാവിന് ഒരു റാണിമാരല്ലല്ലോ, പല റാണിമാരുണ്ടായിരുന്നല്ലോ. അവരിൽ പലരും താമസിച്ചിരിക്കുന്ന വീടുകളായിരുന്നു കാണാം. ഇതൊക്കെ റാണി വന്നിരുന്നതാ. ഇവിടെ നിന്ന് കുശലം പറയുകയും അയൽക്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു തോന്നുന്നു. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ മറ്റൊരു വാതിലിലേക്ക് ചെന്ന് കയറുന്നു. അവിടെയും ചെറിയൊരു ഗേറ്റ് നമുക്ക് കാണാം. ഗേറ്റിനകത്ത് ചെറിയൊരു ഗാർഡൻ നമുക്കിവിടെ ഉണ്ട്.
ചെറിയൊരു ഗാർഡനുണ്ട്. ഇവിടെയും ജയിൽ പോലൊക്കെ കാണുന്നു. ഇത് പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും പണിതായിരിക്കും. നമ്മളവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ പോയി ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോകും. റാണിയുടെ കൊട്ടാരത്തിൻ്റെ പുറയിലുള്ള കുളം, അവർക്ക് കുളിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന വലിയ കുളം. ഇത് മഴ പെയ്യുമ്പോൾ ഇത് നിറയും. ഇതിപ്പം രാജസ്ഥാൻ ഇപ്പോൾ ഏപ്രിൽ മാസമാണ്, അല്പം വെള്ളമേ ഉള്ളൂ. കൂട്ടുകാരെ, ആ കാണുന്ന ആ ചെറിയ ബിൽഡിങ്ങിനകത്ത്, ചെറിയ കൊട്ടാരത്തിനകത്ത് റാണി ഇരിക്കുമ്പോൾ റാണിയുടെ മുഖം ഈ താഴത്തെ വെള്ളത്തിൽ കണ്ടിരുന്നു എന്നും അങ്ങനെയാണ് ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഒരു മുഗൾ രാജാവ് റാണിയുടെ മുഖസൗന്ദര്യം കണ്ടിട്ട് റാണിയെ ഇഷ്ടപ്പെടുകയും റാണിക്ക് വേണ്ടി പിന്നീട് ഈ കൊട്ടാരത്തിൽ വലിയൊരു യുദ്ധം നടന്നതായിട്ട് നമ്മൾ കാണുന്നു. റാണി ആ കൊട്ടാരത്തിലാണ് ഇരുന്നത്. താഴെ വെള്ളത്തിൽ റാണിയുടെ നിഴല് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചെറിയ ഇടുക്ക് നമ്മൾ പുറത്തോട്ടിറങ്ങി വീണ്ടും ഗാർഡനിലേക്ക് വരികയാണ്. അങ്ങനെ റാണിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ മുഗൾ രാജാവിന് റാണിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും ആ റാണിക്ക് വേണ്ടി പിന്നീട് ഒരു പൊരിഞ്ഞ യുദ്ധം നടന്നതായിട്ടും ചരിത്രം പറയുന്നുണ്ട്. റാണിയുടെ കൊട്ടാരത്തിൻ്റെ ചുറ്റൂടെ മനോഹരമായ ഗാർഡനിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇതാണ് രാജാവിൻ്റെ റാണിയും പരിവാരങ്ങളും താമസിച്ച കൊട്ടാരം. ഇനി നമുക്ക് രാജകൊട്ടാരത്തിലേക്കൂടെ നമ്മൾ പോവുകയാണ്. രാജകൊട്ടാരം ഇവിടുന്നൊരു 100 മീറ്റർ ദൂരെയാണ്. ഇനി അങ്ങോട്ട് പോവാം കൂട്ടുകാരെ. അങ്ങനെ റാണിയുടെ കൊട്ടാരത്തിൽ പുറത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിയാണ്. മനോഹരമായ ഒരു ആന ചവിട്ടിയാൽ പൊളിയാത്ത ഒരു വാതിൽ. പക്ഷെ ഇത്രയും വാതിലൊക്കെ നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇട്ടിച്ച് തകർത്ത് കയറുമായിരുന്നല്ലോ. അന്ന് ഇവിടുന്ന് അരിക്കൊമ്പൻ ഇല്ലായിരുന്നല്ലോ അല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് പോവാം. റാണിയുടെ കൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഓട്ടോയ്ക്ക് സഞ്ചരിച്ചപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് 1 കിലോമീറ്റർ ഉള്ളെന്ന്, 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത്രയും ദൂരെയാണ് റാണിയും രാജാവും താമസിച്ചുകൊണ്ടിരുന്നത്. പോലെ കൂട്ടുകാരെ, 8 കവാടങ്ങളോളം ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് രാജാവ് പരിവാരങ്ങളും പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത് ഈ 8ാമത്തെ ഈ മെയിൻ കവാടത്തിൽ കൂടെയാണ്. നമ്മൾ ഓട്ടോയ്ക്ക് താഴേന്ന് കയറി വന്ന ആ കവാടത്തിൽ കൂടെ രാജാവ് വളരെ ചുരുക്കമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. മനോഹരമായ ഒരു ഡോർ, ഇത് മുഴുവൻ ആണി തറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആന വന്നിടിച്ചാൽ ആനയുടെ മുഖം പൊളിയും. അതിന് മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്നൊരു കൂറ്റൻ ഗേറ്റ്. കൂട്ടുകാരെ, ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് രാജാവും തൻ്റെ സേനകളും കൊട്ടാരത്തിലേക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഈ മതിലിൻ്റെ വീതി കണ്ടോ? ഏകദേശം നമുക്ക് ഓർമ്മിച്ചതുപോലെ 2 മീറ്ററോളം വീതി ഈ മതിലിനുണ്ട്. ഇവിടുന്നാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നത്. 8ാമത്തെ ഗേറ്റ്, മനോഹരമായ 8ാമത്തെ ഗേറ്റിൻ്റെ ഒരു ഷൂട്ട് നമ്മളങ്ങ് എടുക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്ത് ഒരുവിധം കൊട്ടാരത്തിലെത്താറാകുന്നു. അതിന് മുമ്പിലുള്ള ഒരു വലിയ മന്ദിരമാണ്, വിശാലമായ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. കൂട്ടുകാരെ, അങ്ങനെ വിശാലമായ ചിത്തോട് കൊട്ടാരത്തിൻ്റെ മുൻപിലിപ്പം എത്തി നിൽക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞു കൂട്ടുകാരെ. ഇത് അടച്ചുപോയി. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത ചതി പറ്റി കൂട്ടുകാരെ. ഇതാണ് നമ്മളുടെ ചിത്തോട് രാജകൊട്ടാരം. ഇനിയും ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒരു മ്യൂസിയമാണ്. അകത്തുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്, സ്റ്റേറ്റ് മ്യൂസിയം ചിത്തോടുകൾ. പണ്ടത്തെ രാജാവിൻ്റെ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ കവാടത്തു നിന്ന് അടച്ചിട്ടിരിക്കുന്ന ഫോട്ടോയും എടുത്തുകൊണ്ട് ഇന്നത്തെ ചിത്തോട് ജില്ലയുടെ യാത്ര അവസാനിക്കുന്ന കൂട്ടുകാരെ. കണ്ടുനിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.